പാർട്ടി രൂപീകരിക്കുന്നു എന്ന വാർത്ത ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ അറിയാനിടയായി. തീർച്ചയായും അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആഭ്യന്തര കാര്യമാണ്, അവർ പാർട്ടി രൂപീകരിക്കുക. പക്ഷെ അതിൻ്റെ ഒരു പത്രമാധ്യമത്തിൽ അതിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നതിലൊരു കാരണം, ക്രൈസ്തവ സമുദായത്തിൻ്റെ പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷയ്ക്ക് വളർന്നില്ല എന്ന് മാത്രമല്ല, ഇനി വളരുമെന്ന് പ്രതീക്ഷയുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്നാണ് ആ പത്രക്കുറിപ്പിൽ വാർത്തയിലൂടെ എനിക്ക് മനസ്സിലായി. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര കാര്യമാണ്. വലതുപക്ഷ ചായ്വോട് കൂടിയോ ദേശവിരുദ്ധ ചായ്വോട് കൂടിയോ അല്ലെങ്കിൽ മതസ്പർദ്ധയുള്ള ചായ്വോട് കൂടിയോ പാർട്ടി രൂപീകരിക്കണമെന്നൊക്കെ ഉള്ളത് അത് അവരുടെ വിഷയമാണ്. നോക്കൂ, കേരള കോൺഗ്രസ് പാർട്ടി കേരള സമൂഹത്തിന്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായങ്ങൾ താമസിക്കുന്ന മലയോര ജനതയുടെ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നും മലയോര ദേശത്ത് പോയി കഴിഞ്ഞാലായിട്ട് കാണാൻ സാധിക്കും. നിരവധി പട്ടയങ്ങളുടെ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇതെല്ലാം രാജ്യത്തിൻ്റെ മറ്റൊരിടത്തും കാണാത്ത തരത്തിൽ മലയോര മേഖലയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സാന്നിധ്യമാണ് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. നോക്കൂ, കേരള കോൺഗ്രസ് പാർട്ടി ഒരു സംസ്ഥാന പാർട്ടിയാണ്. ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പാർലമെൻറ്റിലെ ഫ്രാൻസിസ് ജോർജ് MP പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഒരു സംസ്ഥാന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും, കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ വിഷയങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പാർട്ടി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാന പാർട്ടിയുടേതായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റേതായിട്ടുള്ള എല്ലാ മാന്യതകളും പാലിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെ കേരള ദേശത്തിൻ്റെ മൊത്തം തന്നെ വിവിധ വിഷയങ്ങളെ, വിവിധ സമുദായങ്ങളുടെ വിഷയങ്ങളെ, സാമൂഹിക പ്രശ്നങ്ങളെ, നീതി നിഷേധിക്കപ്പെടുന്ന വിഷയങ്ങളെ എല്ലാം പാർലമെൻറ്റിലും നിയമസഭയിലും ജനസമൂഹത്തിൻ്റെ മുൻപിലും അഡ്രസ്സ് ചെയ്യാനായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി എന്നും ശ്രമിച്ചിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ, തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ. നോക്കൂ, ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. തീർച്ചയായും അത് കേരള കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിച്ചുകൊണ്ട്, പഠിച്ചുകൊണ്ടും ആ പ്രശ്നങ്ങളെ അവതരിപ്പിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ അവതരിപ്പിച്ച് വ്യക്തമായ ചെയ്യാൻ കേരള കോൺഗ്രസ് പാർട്ടി എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. കേരള കോൺഗ്രസ് പാർട്ടി ഒരിക്കലും മതസ്പർദ്ധയുടെയോ സാമൂഹിക സ്പർദ്ധയുടെയോ അല്ലെങ്കിൽ വിഘടന സ്വഭാവത്തിൻ്റെയോ യാതൊരു ലക്ഷണങ്ങളും കാണിച്ചിട്ടില്ല. എവിടെയും അത്തരത്തിലുള്ളൊരു പരാമർശങ്ങളോ പ്രവർത്തനങ്ങളോ നടത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പാർട്ടി രൂപീകരിക്കുന്നതിന് സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാടുകളെയോ ചോദ്യം ചെയ്യാൻ നിങ്ങളായിട്ടില്ല. അതിനാകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. കേരള കോൺഗ്രസ് പാർട്ടിയും അതിലെ നേതാക്കളും ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ സമൂഹത്തിൻ്റെ, നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാ സമൂഹത്തോടൊപ്പം എല്ലാ കാലവും നിലനിൽക്കും. ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ തീർച്ചയായും പാർട്ടി അഡ്രസ്സ് തന്നെ ചെയ്യുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരമുള്ള ആരോപണങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപക്വ പ്രസ്താവനകളാണ്.
അതുകൊണ്ട് അത്തരം പ്രസ്താവനകൾ പിൻവലിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തനത്തിൽ വളരെ മാന്യമായ സമീപനത്തോടു കൂടി സമൂഹ